കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗതാഗതവും ജനജീവിതവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കോടതി വിധിയെ തുടർന്ന് നിർമ്മാണം നിലച്ചത് മലയോര ജനതയ്ക്ക് ഒരു ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ അപകടങ്ങൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും സാധ്യതയേറുമെന്നാണ് റിപ്പോർട്ടുകൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85-ലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് കോടതി വിധിയെ തുടർന്ന് നിർത്തിവെച്ചത്. 14.5 കിലോമീറ്ററിൽ വനം വകുപ്പ് അവകാശവാദം ഉന്നയിച്ചതോടെയായിരുന്നു നടപടി. ഇത് ഗതാഗതത്തിനും തുടർ പ്രവർത്തനങ്ങൾക്കും തിരിച്ചടിയായി. നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ വശങ്ങളിടിച്ച് വ്യാപകമായി മണ്ണ് നീക്കിയിരുന്നു. ഇതോടെ രൂപപ്പെട്ട മൺതിട്ടകൾ ഇടിയുന്നത് സമീപത്തെ വീടുകൾക്കും ഭീഷണിയായി. തുടർ പ്രവർത്തനങ്ങൾ നടക്കാതായതോടെ ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചതൊക്കെ കനത്ത മഴയിൽ തകർന്നു. ബാക്കിയുള്ള പ്രവൃത്തികൾ സമയബന്ധിതമായി നടക്കാതെ വന്നാൽ വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കാകും മലയോര ജനത സാക്ഷ്യം വഹിക്കേണ്ടി വരിക. കാന താത്താൻ വേണ്ടി കട്ടിങ് ഇടിച്ചേക്കണോണ്ട് വലിയ മരങ്ങളൊക്കെയാണ് കട്ടിങ് സൈഡിൽ നിൽക്കുന്നത്. ഏത് സമയത്തും ഈ മഴക്കാലത്ത് അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. വെട്ടിയ മരങ്ങളായാലും റോഡിൽ തന്നെ ഇട്ടേക്കണം. ഈ റോഡ് സ്റ്റേ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും മാറ്റുന്നില്ല. അപ്പോൾ ഈ നേര്യമംഗലം വാളറ വരെയും ഈ മഴക്കാലത്തുള്ള യാത്ര ഭയങ്കര ദുരിതയാത്രയാണ്. അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ടവരെ അടിയന്തര നടപടി സ്വീകരിക്കണം. മൺതിട്ടയ്ക്ക് മുകളിലും പാതയോരങ്ങളിലും നിൽക്കുന്ന മരങ്ങളും ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഇത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും കനത്ത ഭീഷണിയാണ്. മുൻപ് മുറിച്ചിട്ട മരങ്ങളും റോഡിൽ തന്നെ പലയിടത്തും കിടക്കുന്നുമുണ്ട്. ഓണക്കാലം അടുത്തതോടെ മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ വരവും വർദ്ധിച്ചു. ഇത് ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലെ പോലെ ഓഗസ്റ്റ് മാസം മഴ ശക്തമായാൽ ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും നിലയ്ക്കും. ചുരുക്കത്തിൽ ദേശീയപാത 85-ലെ നവീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത് വൻ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇനി